ചിരിച്ചോ ചിരിച്ചോ. മറ്റുള്ളവരെ ഇട്ട് തീ തീറ്റിച്ചിട്ട് നിനക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ മോളെ. മരണത്തിന്റെ വക്കീന്ന് ഭാഗ്യം കൊണ്ട് മാത്രം അമ്മായി ഞാൻ രക്ഷപ്പെട്ടെ. പാമ്പിന്റെ വിഷമല്ലേ കുത്തിവെച്ചേ. കൃത്യസമയത്ത് നാരായൺജി വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു പിടി ചാരമായിട്ട് മാറിയേനെ. ആ ഒരു കാര്യം എനിക്ക് ബോധ്യായി. ഈ നാരായൺജി ആള് ദിവ്യം തന്നെ. അല്ലെങ്കിൽ നിനക്ക് ആപത്ത് പറ്റിയെന്ന് അങ്ങേർക്ക് എങ്ങനെ മനസ്സിലായി? ഇനി അഥവാ മനസ്സിലായാൽ തന്നെ ആ സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? ആ നമിക്കേണ്ടതും നന്ദി പറയേണ്ടതും നാരായൺജിയോടാ. അത് ശരിയാ. പോലീസ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാ ആ ജോത്സ്യം ചെയ്തേ. അല്ല ഇനിയിപ്പോ നിനക്കൊരു പരാതി കൊടുത്തൂടെ പോലീസില്? നിന്നോട് ഞാൻ ഇനി മറച്ചു വെക്കുന്നില്ല. സത്യം പറയേണ്ട സമയമായി എന്ന് തന്നെയാണ് എന്റെയും തോന്നൽ. നിങ്ങളാരും കരുതിയ പോലെ ജാതകദോഷം കൊണ്ട് സ്വാതി 1 വർഷത്തിനുള്ളിൽ മരിക്കില്ല. എല്ലാ അത്യാഹിതങ്ങളും അതിജീവിച്ച് ദീർഘസുമംഗലിയായി അവൾ ഒരുപാട് കാലം ജീവിക്കും. പിന്നെ ഞാൻ എന്തുകൊണ്ടന്ന് അങ്ങനെ ഒരു നുണ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഇല്ല, തൽക്കാലം ഞാൻ മറുപടി പറയുന്നില്ല. അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു. അത് മാത്രം മനസ്സിലാക്കുക. അപ്പൊ നീലിന്റെ ജാതകത്തിലെ ഭാര്യ മരണമെന്ന ദോഷം? അങ്ങനെ ഒരു ദോഷവും നീലിന്റെ ജാതകത്തിലില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. നാരായൺജി, ഒറ്റ കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി. എന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു ജാതകദോഷം ഇല്ലെന്ന് നാരായൺജിയെ പോലെ നിനക്ക് മുമ്പേ അറിയായിരുന്നോ? ഇല്ല. ഉറപ്പാണോ? അതെ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അത് വിട്ടുകളഞ്ഞീലേ. ഇനി അത് വിഷയമായിട്ട് എടുക്കണ്ട. എല്ലാം ഒരു യോഗമാണെന്ന് കരുതിയാൽ മതി. നമ്മുടെ വിധി നമ്മൾ തന്നെ വേണ്ടേ അനുഭവിക്കാൻ. മറ്റൊന്നും നീ നോക്കണ്ട. ഇവളുടെ സ്വഭാവം മാത്രം നോക്കിയാൽ മതി. എടാ, ഇന്നത്തെ കാലത്ത് ഭംഗിയുള്ള 100 പെണ്ണുങ്ങളെ കിട്ടും, വിദ്യാഭ്യാസവും ജോലിയുള്ളവരെയും കിട്ടും. പക്ഷേ നല്ല സ്വഭാവമുള്ളവരെ കിട്ടാനാ പാട്. അത് ഇവക്കുണ്ട്. ഇത്രയും സ്നേഹമുള്ള ഒരു അപ്പിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഈ വീട്ടിലെ എല്ലാരെയും എന്ത് കാര്യമായിട്ടാണ് സ്വാതി അപ്പി നോക്കണം എന്ന് അറിയാമാ? അതല്ലേ മോനെ വേണ്ടത്. മോൻ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് ഇതുപോലൊരു അപ്പിയെ കല്യാണം കഴിക്കാൻ പറ്റിയത്. എല്ലാവർക്കും അവരവരുടേതായ ന്യായീകരണങ്ങളുണ്ടല്ലോ. അത് പറഞ്ഞ് സ്വയം സമാധാനിക്കുമ്പോ എന്റെ മാനസികാവസ്ഥ കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എല്ലാവരും ജയിച്ചു, തോറ്റത് ഞാൻ മാത്രം. അങ്ങനെ ചിന്തിക്കരുത്. ഇത് ജീവിതമല്ലേ. ഇവിടെ ജയവും തോൽവിയും ഒന്നുമില്ല. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഭാര്യയുള്ള പുരുഷനാ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയി. അങ്ങനെ നോക്കുമ്പോ നിന്നോളം വിജയി ആരാ ഉള്ളത്? കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. എന്നെ ഒന്ന് തനിച്ചു വിടും. എനിക്ക് പലതും ആലോചിക്കാനുണ്ട്. ആലോചിച്ചോ, പക്ഷെ അതിന്റെ പേരിൽ ഈ വീട്ടിലാരും ദുഃഖിക്കേണ്ടി വരരുത്. അതെ, ഒന്നും ആരുടെയും തെറ്റല്ലെന്ന് നീ മനസ്സിലാക്കണം. അല്ലേ? നാരായൺജി ചെയ്തത് ശരിയാണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? എന്താ ഒന്നും മിണ്ടാതെ മുനിയെ പോലെ നിൽക്കുന്നത്? എനിക്ക് വ്യക്തമായൊരു മറുപടി തരണം. നീൽ, അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയാണല്ലേ? നീലിന്റെ ഉള്ളിലിപ്പോ അവളാണുള്ളതല്ലേ? എന്ന് നിനക്ക് തോന്നിയോ? തോന്നി. എന്റെ തോന്നലുകളൊന്നും തെറ്റാറില്ല. നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ഇതുപോലുള്ള വാചക കസർത്തുകൾ കേൾക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ നീലിന്റെ തീരുമാനം? മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ സ്വാതിയെ കെട്ടിയത്. അവള് മരിക്കില്ല എന്ന് ഉറപ്പായി. ഇനി ഞാൻ എന്ത് ചെയ്യണം? കുഴയ്ക്കുന്ന ചോദ്യ നീ ഇപ്പൊ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ കൃത്യമായൊരു ഉത്തരം പറയാൻ ഈ സമയത്ത് എനിക്ക് പറ്റുന്നില്ല. നിന്റെ ഭാഗം ന്യായമാണ്. അതുപോലെ ന്യായമാണ് അവളുടെ ഭാഗവും അല്ലേ? എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച അതാണ് ശരിയെന്ന് നിനക്ക് മനസ്സിലാവും. നിനക്ക് നല്ലൊരു ജീവിതം വേറെ കിട്ടും. എത്രയും വേഗം പിരിയുന്ന നല്ലത്. അല്ലാതെ വെറുതെ കൊണ്ടു നടന്ന് പരസ്പരം സഹിച്ച് എന്തിനാ അത്? ഞാൻ ഉപേക്ഷിച്ചാലും
നിനക്ക് നല്ലൊരു ജീവിതം വേറെ കിട്ടും. എനിക്ക് ആ ജീവിതം വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേറൊരു ജീവിതം വേണം. ഞാൻ ആഗ്രഹിച്ച ജീവിതം. ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ കാല് പിടിക്കാം, എന്നെ ഉപേക്ഷിക്കാതിരുന്നൂടെ? ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളാ. അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ജോയിന്റ് പെറ്റീഷൻ അല്ലേ, കാരണമൊന്നും എഴുതിയിട്ടില്ല. യോജിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് പിരിയുന്നു, അത്രേ ഉള്ളൂ. അതാവുമ്പോൾ വാദവും തെളിവെടുപ്പും ഒന്നും വേണ്ട. ഒരു കൗൺസിലിംഗ് ഉണ്ടാവും, അപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മീഡിയേഷൻ, അത് കഴിഞ്ഞ ഡിവോഴ്സ്. എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല. എത്രയും വേഗം ഇതിൽ ഒപ്പിട്ടിട്ട് എൻ്റെ ആവശ്യം നടത്തി തരുന്നതാ നിനക്ക് നല്ലത്. ഒപ്പിട്ടില്ലെങ്കിൽ? നീ ഒപ്പിടും. ഒപ്പിട്ടില്ലെങ്കിൽ കോടതിയിൽ നിന്നെ ഞാൻ നാറ്റിക്കും. വെറുതെ എന്തിനാ അതിനൊക്കെ നിന്ന് തരുന്നത്? ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു സത്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എത്ര ശ്രമിച്ചാലും നമ്മൾ തമ്മിൽ ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല. എനിക്ക് അടുപ്പോ? അത് നിനക്ക്, എനിക്കതില്ല. കൂടുതൽ സംസാരിച്ച് പ്രശ്നം വഷളാക്കണ്ട. ഒറ്റ സെക്കൻഡിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇതെനിക്ക് ഒപ്പിട്ട് കിട്ടിയിരിക്കണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യ്, അതാ നിനക്ക് നല്ലത്. എന്താ ഇത്? ഹർജിയോ? ഹർജിയോ? സ്വാതിയപ്പ എന്ത് ഇവിടെ കിടക്കണേ? അയ്യോ, എന്തിനപ്പി, എന്ത് നീ ഇവിടെ വന്ന് കിടക്കണേ? നീലുമോനായിട്ട് പറഞ്ഞിട്ടാണാ? തന്നെങ്കിൽ തന്നെന്ന് പറ. ഇപ്പൊ ഈ നിമിഷം നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാം. വനിതാ സെല്ലിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, അവരിപ്പ വരും. വിളിക്കട്ടാ? വേണ്ട ചേച്ചി, ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. നിന്റെ ഈ സ്വഭാവമാണ് ഒട്ടും അയ്യാത്തത്. ആരുടെ ഔദാര്യത്തിലൊന്നും അല്ലല്ലോ നീ ഇവിടെ കഴിയണത്. ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിനക്ക് നിന്റേതായ അവകാശങ്ങളുണ്ട്, അറിയാമാ? അത് നടത്തി തരാൻ ഇവിടെ ഉള്ളവർ തയ്യാറാവണില്ലെങ്കിൽ അത് പിടിച്ചിങ്ങ് വാങ്ങണം. അല്ല, ഉശിര് കാണിച്ചോണ്ടിരുന്ന സ്വാതിപ്പ എവിടെ പോയി? എന്തിനു പറ്റിയപ്പിക്ക്? ഉശിരുള്ള ആള് തന്നെ ചേച്ചി ഞാൻ. പക്ഷെ എന്നെ ഒരാൾ വേണ്ടാന്ന് പറയുമ്പോ, ഇഷ്ടമല്ലാന്ന് പറയുമ്പോ എങ്ങനെയാ ഞാൻ വാശി പിടിക്കുക? വാശി പിടിച്ച് വഴക്കിട്ട് നേടാൻ കഴിയുന്നതല്ലല്ലോ സ്നേഹം. നീലുമോന് മോളോട് ഇഷ്ടമൊക്കെ ഉണ്ട്, ആ വേദപ്പെണ്ണ് കാരണമാണ് പ്രകടിപ്പിക്കാൻ പറ്റാത്തത്. നോക്ക്, ഒരു ഭാഗത്ത് വേദ, വേറൊരു ഭാഗത്ത് ആ ഗൗരി പെണ്ണ്. എടോ വലോ നിന്ന് ഏഷ്യന് കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ രണ്ടെണ്ണോ, പിന്നെ എന്തിനു ചെയ്യും? നോക്ക്, അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. കയ്യൊക്കെ കാണിക്കേണ്ടടുത്ത് കയ്യൊക്കെ തന്നെ കാണിക്കണം. ഉപായം വേണ്ടടുത്ത് ഉപായവും. എന്റെ അപ്പ ഈ ജീവിതം എന്നൊക്കെ പറയണ ഒരു യുദ്ധമാണ്. ജയിക്കണവർക്ക് അതൊക്കെ ആസ്വദിക്കാനും പറ്റുള്ളൂ. കെട്ടിയ പുരുഷന്റെ സ്നേഹം നേടാൻ കഴിയാത്തൊരു പെണ്ണിന് യുദ്ധം ചെയ്യാൻ എങ്ങനെ മനസ്സ് വരും ചേച്ചി? ഇപ്പൊ മുറിയിന്ന് പുറത്താക്കി, അധികം വൈകാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താവും. മോളെ, ചേച്ചി ഒരു ഉപകാരം ചെയ്യണം. രാത്രി ഞാൻ ഇവിടെ കിടന്നേന്ന് ആരോടും പറയരുത്. അമ്മ അറിഞ്ഞ വിഷമിക്കും. എടീ, ഒരിക്കലും ചേരാൻ പാടില്ലാത്ത രണ്ടുപേരാ നമ്മള്. പിന്നെ എന്തിനാ എന്നെ കെട്ടിയത്? കെട്ടിയതല്ലല്ലോ, കെട്ടിച്ചതല്ലേ. വെറുതെ എന്നോട് വഴക്കിന് വരണ്ട.